സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് അടിച്ചു മാറ്റാൻ പോണത് ഒരു കാറാണ് അടിച്ചു മാറ്റാൻ പോകുന്നത്. ഏത് കാറാണെന്ന് അറിയില്ല. ഡൊമിങ്കോസ് ഒരു കാറ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കാറാണെന്ന് അറിയില്ല. അതെന്താ നമ്മൾ കളക്ഷൻ കാണിച്ചത്? അതെന്താ നമ്മുടെ കില്ലാടി ലുക്കുള്ള ഡിഫൻഡർ JCB. നിങ്ങൾ ആ മോൺസ്റ്ററൊക്കെ എടുക്കണ്ട, അത് ഷിൻചാൻ്റെ പണിയാണ്. ഞാനില്ലാത്ത സമയത്ത് ഷിൻചാൻ വണ്ടി ഓടിച്ച് കളിച്ചാണ്. അങ്ങനെയായി. ഇത് നമ്മുടെ ഡൊമിങ്കോസിൻ്റെ ഹയാബൂഷയാണ്. അതിനെ അടിച്ചു മാറ്റിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. പിന്നെ ബാക്കി നമ്മുടെ കാര്യം നമുക്ക് അറിയാമല്ലോ. നമുക്ക് എന്തായാലും ഇപ്പോൾ 86 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് 100 കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടി മതി. അപ്പം അറിയാലോ, ലൈക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഒക്കെ വെച്ചേക്കും. പെട്ടെന്ന് നമുക്ക് 100 അടിച്ചിട്ട് പിഞ്ചാനെ കൊണ്ടുവരണം ഗൈസ്. പിഞ്ചാന് വേണ്ടി സ്പെഷ്യൽ കാർ അടിച്ച് മാറ്റാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ വരണം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓണിയാക്കി വെച്ചേക്കണം. ഞാൻ നമുക്ക് ഷിൻചാൻ്റെ ഈ അടുത്ത് പോയി പറയാൻ, നമ്മൾ അടിച്ചു മാറ്റാൻ പോവാണെന്നല്ല, നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നു, വരുമ്പോൾ ഒരു കാറുണ്ടാവുന്നു. അതാണ് നമ്മുടെ പരിപാടി. എന്തായാലും നമുക്ക് നേരെ കയറി പോവാം. ഇവിടെ അത്രേ ഉള്ളൂ. ഷിൻചാൻ ആൻഡ് റിയാന ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. സോ ഗൈസ്, അവർ രണ്ടുപേരും പോയിട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് പോവാം. അടിച്ചു മാറ്റാൻ പോകണം. കാർ ഏതാണെന്ന് അറിയില്ല. അപ്പം എൻ്റെ വർഷയിലെത്താൻ ഞാൻ ഭയങ്കര സീനാണെന്നൊക്കെയാണ്. എന്തായാലും കാർ അറിയാം. നമ്മളൊരു കാർ അടിച്ചു മാറ്റാൻ പോകണം. ഏത് കാറാണെന്ന് നമുക്ക് പോലും അറിയില്ല. എന്തായാലും നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ ആ കാർ ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. പക്ഷേ കാർ എന്താണെന്ന് അതിന് മുമ്പൊക്കെ ആ ഡൊമിങ്കോസ് തന്നെ പറയും. അത് വേറെ കാര്യം. എന്തായാലും നമുക്ക് നേരെ പോവാം. ഇതുമായിട്ട് നമ്മുടെ ഡിഫൻഡറിന് ഒരു കുഴപ്പമുണ്ട്. വീണ്ടും ഇറങ്ങി വന്ന് ഡിഫൻഡർ പഴയ പോലെ ആക്കണം. പുതിയ ഇതിനെ മോഡിഫൈ ചെയ്താണ് ഈ പണിയിട്ട്. പഴയ പോലെ മോഡിഫൈ ചെയ്യണോ വേണ്ടതെന്ന് ആലോചിക്കണം. എന്തായാലും നമുക്ക് ഓടി അവിടെ എത്താം. ഞാൻ ഓട്ടത്തിന് കുറച്ച് സ്ലോ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓടി അവിടെ എത്താൻ 1 മണിക്കൂർ എടുക്കാം. എന്തായാലും നമുക്ക് നേരെ പോയി കയറാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഈ വട്ടം നമ്മൾ ഡോറിൽ പോകാം. നമ്മുടെ ഈ ഡോറൊക്കെ ഒരു പരിവായിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. ഏത് കാറാണെന്ന് എന്തോ അവൻ പറയുകയില്ലെന്ന് അറിയില്ല. അല്ലെങ്കിൽ അവൻ ലൊക്കേഷൻ മാത്രമേ പറയുള്ളൂ. നമുക്ക് എന്തായാലും ഇതിൽ കയറാം. ലെവൽ 1 അത്രേ ഉള്ളൂ. കയറി കഴിഞ്ഞോട്ടം. പിന്നെ എടോ, നിനക്കുള്ള കാർ ബി സൈഡിലുണ്ട്. ഞാൻ ശനിയാഴ്ച ഒന്നാട്ടെ നിനക്കുള്ള ടാസ്ക് ഒക്കെ തരാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പം വിചാരിക്കും ഓൾ ദ ബെസ്റ്റ് എന്തിനാന്നല്ലേ? അതടിച്ചു മാറ്റുമ്പോൾ എന്തായാലും പോലീസ് വരും. അതിനാണ് ഓൾ ദ ബെസ്റ്റ്. സോ ഗൈസ്, ഡൊമിങ്കോസ് പറഞ്ഞേക്കണ പോലീസ് വരുന്നൊക്കെയാണ്. എങ്ങനെ പോലീസ് വരാണ്? കാരണം നമ്മൾ ഇത്രയും നാൾ എന്തോരം കാർ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിൽ കുറച്ച് കാർ അടിച്ചു മാറ്റിയപ്പോഴാണ് പോലീസ് വന്നിട്ടുള്ളൂ. പിന്നെ ഇന്നലെ ഗോൾഡൻ ബുഗാട്ടി അടിച്ചു മാറ്റിയിട്ട് വരാത്ത പോലീസ് എവിടെ നിന്നാണ് ഈ കാർ അടിച്ചു മാറ്റാൻ നേരത്ത് വന്നത്? ഇത് ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് പോവാം. നമുക്ക് എന്തായാലും ഈ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോവാം. എവിടെയാണ് ഈ വീഴാൻ പോയെന്ന് അറിയില്ല. പക്ഷേ ഈ ബ്ലാക്കിനൊരു കില്ലാടി ലുക്കുള്ള കാരണമാണ്. അല്ലെങ്കിൽ പോകാൻ വണ്ടിയായിരിക്കും. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഇതാണ് നല്ലൊരു രസമുള്ള കളറാണ് ബ്ലാക്ക്. അതിൻ്റെ കൂടെ റെഡൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. എന്തായാലും നമുക്ക് നേരെ നമ്മളെ കാർ അടിച്ചു മാറ്റാൻ പോവാം ഗൈസ്. കാറ് എന്ത് കാറാണ് ദൈവത്തിനറിയാം. എനിക്കൊന്നും വല്ല അംബാസിഡർ അയക്കുന്നു. ഈ ഡൊമിങ്കോസിന് നല്ല കാറൊക്കെ അറിയാമോ? ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. സോ ഗൈസ്, അപ്പം നിങ്ങൾ വിചാരിക്കും ഡോറേമോൻ എവിടെയാണ്? ഡോറേമോൻ ഇന്നലെ തന്നെ ഷിൻചാനോട് വഴക്കുണ്ടാക്കി വന്ന് ഒരു 1/2 മണിക്കൂറൊക്കെ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടും കൂടിയും തുടങ്ങി ഗൈസ്. അപ്പം ഡോറേമോൻ പറഞ്ഞ് ഡോറേമോനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ. അപ്പം ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നേരെ പോയി ആ വീഡിയോ കാണാൻ കേട്ടോ. ഇത് കഴിയുമ്പോൾ കണ്ടാൽ മതി. പെട്ടെന്ന് കാണേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആ ബീച്ച് സൈഡിൽ പോവാം. ഒരു കാറിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ? നമുക്ക് എന്തായാലും പോവാം ഗൈസ്. എവിടെ ബീച്ചിൻ്റെ വഴി മാറിപ്പോയി ഗൈസ്. ഇതല്ലായിരുന്നു വഴി. നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ട് കുറച്ച് കാലമായി. ഇപ്പം GTA സിറ്റിയിലും ഞാൻ ഷോറൂമിലൊക്കെ അല്ലേ വന്ന്. ഈ വഴി ഒട്ടും വന്നിട്ട് പോലുമില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഇവിടെ ഒരു കാറും കാണില്ലല്ലോ. കാറ് കണ്ടില്ലേ? നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേക്കും കാറ് കാണുമായിരിക്കുമല്ലേ? എനിക്കറിയില്ല ഗൈസ്. എന്തായാലും പോവാം. ഒരു മിനിറ്റ്. ഇത് ബുഗാട്ടിയുടെ ഡയമണ്ട് RGB വെർഷനും ഇന്ന് ജാക്ക് പോട്ട് അടിച്ച് 2 ഒരുമിച്ചാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്.
ഇടിച്ചിരിച്ച് ആ സീനിൽ എന്തായാലും രണ്ടും ഒരുമിച്ചാണ് നമ്മളെ കിട്ടിയത്. ദിസ് ഈസ് എ വെരി ബിഗ് അഡ്വാൻറ്റേജസ്. ആദ്യം നമുക്ക് ഈ ഡയമണ്ട് വേഷം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഇടാം, അതായിരിക്കും നല്ലത്. ഓ ഇത് സീനാണല്ലോ, നമുക്ക് പെട്ടെന്ന് കൊണ്ടുപോയി ഇടാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ ആ കാറൊക്കെ കൊണ്ടുപോയിട്ട് ഇവിടം വരെ നടന്നാണ് വന്നത്. ഡിഫൻഡർ ഇവിടെ അല്ലേ ഇരുന്നത്, പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ്, നമ്മൾ നടന്നാണ് വന്നത്. അതൊക്കെ വെറും കള്ളങ്ങളാണ്. നമ്മൾ വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ടാണ് വന്നത്. ആ വണ്ടി ഞാൻ കടലിൽ കൊണ്ടുപോയി തള്ളിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവാം. നിൽക്ക് ഇപ്പം സീനൊന്നുമില്ല. നേരത്തെ വണ്ടി കൊണ്ടുവിടാൻ പോയപ്പോൾ പോലീസൊന്നും വന്നില്ല. അവൻ വെറുതെ നമ്മളെ പറ്റിക്കാൻ പറഞ്ഞാണ്. നമുക്കെന്തായാലും ഇങ്ങോട്ട് പോവാം. ഇപ്പം പോലീസൊന്നും ഇല്ലല്ലോ നോക്കിയിട്ട്, വെറുതെ പറഞ്ഞേക്കും ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. പോലീസ് എന്താണ് വരാത്തത്, ശരിയല്ലോ. അവൻ പറഞ്ഞ സാധനം വരാറില്ല. പോലീസ് വന്നെങ്കിൽ നമുക്കല്ല അഡ്വാൻറ്റേജ്. നമുക്ക് ഒരു സ്റ്റാർ. ഇതെന്താ ഇത്ര നേരം പോലീസില്ലാത്ത? പോയി എല്ലാം പോയി ഇടിച്ച് നശിപ്പിച്ചേടോ. ഇതിനൊക്കെ എത്ര രൂപയാണെന്ന് അറിയാവോ? എത്ര രൂപയാണെന്ന് അറിയാവോ? ഞാൻ കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ വണ്ടിയല്ലേ. ഇവർക്ക് എന്താണ്, ഞാൻ അടിച്ചു മാറ്റിയ വണ്ടിയല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവന്മാരൊന്ന് വട്ടം ചുറ്റിപ്പോഴേക്ക് പോവുമായിരിക്കും ഗൈസ്, അറിയില്ല. സ്റ്റാർ പോണില്ലല്ലോ. ഇതിൻ്റെ മേലെ കയറി ഇറങ്ങുമ്പോഴേക്ക് സ്റ്റാറൊക്കെ പോകും. സാധാരണ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർ കളയാറ്. ഒന്നേ കുറച്ച് ദൂരത്തേക്ക് പോകും, അല്ലെങ്കിൽ ഇവരൊക്കെ ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ വട്ടം കറങ്ങും. പോലീസ് വല്ലണ്ടോ നോക്കട്ടെ. ഇല്ല. അങ്ങനെ നമ്മൾ സ്റ്റാർ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മൾ കുറച്ച് നോക്കണം. ഈ ഡോറ് അവിടെ കിടക്കാൻ ആവശ്യമില്ല. നമ്മൾ ആദ്യം ഇറങ്ങിയപ്പോൾ പോയതാണത്. എന്തായാലും നമുക്ക് നമ്മൾ ഈ വണ്ടിയുടെ ഒരു ഇതും കൊണ്ടുവന്നിടാം. ഇവിടെ മര്യാദ പാർക്ക് ചെയ്യാനും പറ്റണല്ലോ. അത്രയുള്ളൂ. എന്താ പാർക്ക് ചെയ്യാൻ പറ്റാത്തത്? ഇത്രയുള്ളൂ. ഇനി ഇതും കൂടി ഒന്ന് പാർക്ക് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പോവാം. ഈ കാർ കൊണ്ട് ഈ പാർക്ക് ചെയ്യാൻ വലിയ സമയമൊന്നും എടുക്കൂല. അത് ഇത്ര നേരം മതിയല്ലോ. കുറച്ച് സെക്കൻഡുകൾ മാത്രം നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ മതി. ഞാൻ അത് അടുപ്പിച്ച് പാർക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്നെ കൊണ്ടതൊന്നും കഴിയില്ല. നമുക്ക് ഡ്രൈവിംഗ് സ്കിൽസ് മാത്രമേ വെച്ചോളൂ. ഈ പാർക്കിംഗ് ഒന്നും നമുക്ക് നടക്കില്ല. നമുക്ക് എന്തായാലും നേരെ റിയൻ ഷിൻചാൻ്റെ അടുത്തേക്ക് പോവാം. നമ്മൾ റിയൻ ഷിൻചാൻ്റെ എത്തിയിട്ടുണ്ട്. റിയൻ ഷിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക് വരും. ശരി, ഞങ്ങൾ സോ ഗൈസ് നമ്മൾ താഴത്തേക്ക് പോവാണ്. അവർ വരാമെന്നൊക്കെയാണ് പറഞ്ഞേക്കാം. വന്നില്ലെങ്കിൽ മുട്ടൻ ഇടിയാണ് ഗൈസ്. എന്തായാലും എപ്പോഴും വരാറുണ്ട്. സോ ഗൈസ് ഷിൻചാൻ റിയ എത്തിയിട്ടുണ്ട്. ഷിൻചാൻ എങ്ങനെയുണ്ട് അമ്മ രണ്ട് കാർ സീനല്ലേ? ഫ്രാങ്ക്ലിൻ ഈ കാറൊക്കെ കൊള്ളാം, പക്ഷെ ആ ബ്ലാക്ക് കാറിൻ്റെ അത്ര ലുക്കില്ല. ഫ്രാങ്ക്ലിൻ ഈ രണ്ട് കാറും കൊള്ളാല്ലേ. എൻ്റെ ഫ്രണ്ട് ഭാഗത്തോടെ പോയി നീ തിന്നു. ചെറിയ ആക്സിഡൻ്റ് ആക്കാൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഷിൻചാൻ നീയല്ലേ എപ്പോഴും ഈ കാറോ എന്ന് പറയണേ. ഇപ്പം നിൻ്റെ സ്വഭാവമൊക്കെ മാറിയോ? പണ്ടല്ലേ ഫ്രാങ്ക്ലിൻ. സോ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഇതുപോലത്തെ വീഡിയോസിന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ 100 സബ്സ്ക്രൈബേഴ്സ് ആയാലും പിഞ്ചാൻ വരുള്ളൂ. 100 ആവാറേ. അപ്പോൾ സബ്സ്ക്രൈബ് വെച്ചേക്ക്.